എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു. 17-18 തീയതികളിലായാണ് പരിപാടി നടക്കുക. 17-18 തീയതികളിലായി എടപ്പാൾ വള്ളത്തോൾ കോളേജിൽ വെച്ച് നടത്തുന്ന എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് സാഹിത്യോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പഞ്ചായത്ത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനെ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ പുതുമയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് വ്യത്യസ്ത രീതിയിൽ സംഘടിപ്പിക്കണമെന്ന ആഗ്രഹം പഞ്ചായത്ത് അധികൃതർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇവിടുത്തെ സ്കൂൾ അധ്യാപകരും വിദ്യാലയങ്ങളും ഗ്രന്ഥശാലകളും എഴുത്തുകാരും സഹകരിച്ചു കൊണ്ടുള്ള വ്യത്യസ്തമായ ദ്വിദിന സാഹിത്യോത്സവം നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എടപ്പാൾ പഞ്ചായത്തിലെ 13 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവർ ഒരു വർഷം വായിച്ച പുസ്തകത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള വായനാക്കുറിപ്പുകൾ എന്നൊരു പരിപാടി കൂടി ഇതിനകത്തുണ്ട്. അവരെ വിലയിരുത്തിക്കൊണ്ട് ഈ 39 കുട്ടികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കും. എന്നാൽ 1, 2, 3 സ്ഥാനങ്ങൾ തിരിച്ച കുട്ടികളെ പ്രത്യേകം ആദരിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പുസ്തക പ്രസാധകർ അണിനിരക്കുന്ന പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. എഴുത്തുപുര, പിന്നെ സാഹിത്യ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, എഴുത്തുകാരെ ആദരിക്കൽ, കലോത്സവം തുടങ്ങിയ മറ്റ് പ്രദർശനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇതിൽ സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി ഡോക്ടർ KP മോഹനാണ് ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നത്. എടപ്പാൾ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ KP സാവിത്രി സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ അധ്യക്ഷതയും വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി K സന്തോഷ് കുമാർ, കൺവീനർ K വിജയൻ, A ദിനേശ്, TV മുകുന്ദൻ, ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ വായനാശീലവും സാഹിത്യാഭിരുചിയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് തുടർ പദ്ധതിയായി സാഹിത്യോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. NCV ന്യൂസ് എടപ്പാൾ. Calicut Notebook, fusion experience with a slice of Malabar. Forum Center Mall, Edappal, Malappuram. We are also at Abu Dhabi, Dubai, Sharjah, Ajman, Qatar and Kochi.